അമ്മായി വെൽക്കം ടു KV. അമ്മായി ഉണ്ടോ ഇവിടെ? അമ്മായി സുമതി ചുമ്മാ ഒരു മിനിറ്റ് മറ്റേ റേഡിയോ മ്യൂട്ട് ആക്കിയതാ. സെറ്റായി ഒരു മിനിറ്റ് മാറേണ്ട താമസം. അല്ലല്ല അവര് വരട്ടെ 1/1 ആയിട്ട് വിളിക്കാം. ഏറ്റവും ആദ്യം മറ്റേ ഇപ്പൊ ആരൊക്കെ റീപ്ലേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞു. ഇപ്പൊ കറന്റ് റീപ്ലേസ് ചെയ്യുന്ന ഒന്ന് ഹെൻസോയും ഒന്ന് വിശ്വസാണ്. ഹെൻസോ ഇതേപോലെ അവനും കുറച്ചു നാളെ കാണത്തില്ല, ഇതേപോലെ എക്സാമും അങ്ങനെ. പിന്നെ അവന്റെ വീട്ടില് ഡാഡി വരുന്നുണ്ട്. അപ്പോ ഇനി കുറച്ചുനാള് എനിക്ക് തോന്നുന്നു അവനെ വീട്ടിൽ പിടിച്ചിരുത്തി ഗെയിം ഒന്നും കാണത്തില്ല, കുറച്ചുനാൾ എന്തായാലും കാണത്തില്ല. വിശ്വസ് പിന്നെ എന്തായിരുന്നു പറഞ്ഞേ? ഓക്കെ വിശ്വസ് ഞാൻ പറഞ്ഞില്ല, അവന്റെ വീട്ടിൽ അവന് കസിൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അവന് അത്രക്ക് ഇവിടെ ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല. അവനൊരു 1 മന്തിന് അവനൊരു ബ്രേക്ക് പോലെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ അവൻ ഇതാക്കിട്ട് വേറെ ആ ഒരു സ്ലോട്ട് കൂടി ആൾമോസ്റ്റ് ഒരു 1-2 മന്ത്സ് ഇതാണ് ചോദിച്ചത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും പ്ലേയേഴ്സിന്റെ ആവശ്യമുണ്ട്. എന്തായാലും തുടങ്ങിക്കോ സെറ്റാണ്, എല്ലാം സെറ്റാണ്. ഫസ്റ്റ് ഒരു പേര് പറഞ്ഞില്ല, മേലും അവനെ പറ്റി 2 വാക്കും പറഞ്ഞു. തെറ്റ് പറഞ്ഞാലും മതി, അങ്ങനെ 2 വാക്കും പറഞ്ഞു. അല്ല ഹോക്കി മറ്റേതുണ്ടായിരുന്നോ പുറത്തുള്ള? ഏത് മൊയിലിട്ടതില്ലേ? അത് അതല്ല ഓക്കെ, ഒന്നുകൂടെ നോക്ക്. ഒരു 1 മിനിറ്റ് ഇല്ലേ, അത് മലയാളത്തിൽ എഴുതരണോ? 1 മിനിറ്റ് വെക്കുക വീണ്ടും. അത് രണ്ടാമത് രണ്ടാമതാക്കാം. ആ പ്ലെയർ എന്നാ ഒരു മിനിറ്റ് ഞാൻ സെറ്റ് ആക്കി തരാം. അപ്പൊ ഇത് പറയുന്നത് ഇനി അരമണിക്കൂർ ഇനി ഇതാക്കണ്ട, നമുക്ക് ആദ്യം ഫസ്റ്റത്തെ പ്ലെയറിന് ആക്കിയിട്ട് രണ്ടാമത്തേതാക്കാം. ഹിറ്റ് പറഞ്ഞോ. അതായത് ഈ 2 പേരും കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് അല്ല സ്പൈഡിയുടെ ഫ്രണ്ടും കൂടിയാ ഫസ്റ്റ് വിളിക്കുന്ന ആള്. വിളിക്കട്ടെ? അപ്പോ ബിംബി വെൽക്കം ടു KVA. അവൻ തന്നെ പറയട്ടെ അവ എവിടെയൊക്കെ ആയിരുന്നു, എവിടെയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നൊക്കെ അവൻ തന്നെ. ബിംബിയാണോ ഈ വന്നേ? ഇത് വിംപിയാണ്. വിംപി എന്നാണ് പേര്. ഹായ് വിംപി, ഹലോ കേക്കാണ്ടോ? വെൽക്കം. താങ്ക് യു. എടാ പറയടാ 2 വാക്ക്. നീ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ആണ്. കുറെ അറിയാത്തവരുണ്ടാവും കുറെ. സോ ഈ എന്നെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. എന്റെ പേര് വിംബി. BNV ആയിരുന്നു എന്റെ മെയിൻ ഗ്യാങ്. അവിടെ കുറച്ച് ഗ്യാങ്ങിൽ കളിച്ചിട്ടുണ്ടെങ്കിലും എത്ര നാളായി? ഒരു ഷൈൻ ഉണ്ട് അങ്ങ് പറഞ്ഞു. RP വന്നിട്ട് വിംപി എന്നാണ് പേര്. വിംപി മറ്റേ ചെരുപ്പം തെറ്റി ചൂടാ സമയം കിട്ടിയില്ലേ? നമ്മള് ചെരുപ്പ് ഇട്ടടക്കലില്ല. ഇല്ലേ? ഓ മറ്റേ പിന്നെ മഹേഷിന്റെ ആളാണോ? വിഷയം BB പ്ലെയർ ആണ് ഗൈസ്. വിഷയം പ്ലെയർ ആണ്. നിനക്ക് ആരൊക്കെ അറിയാം ഇവിടെ അങ്ങനെ അറിയല്ലേ? ക്രിസ്റ്റീനി അറിയുള്ളൂ. ക്രിസ്റ്റി അറിയാല്ലേ? അതൊരു നെഗറ്റീവാണ്. അതിനായിട്ട് അധികം കൂട്ട വേണ്ട കേട്ടോ. ക്രിസ്റ്റി ഇവിടെ സ്ഥലം എവിടാ? മലപ്പുറം അല്ലേ? തിരൂര്. ഓ തിരൂര്. എന്ത് ചെയ്യുന്നടാ? ഞാനിപ്പോ BCA കഴിഞ്ഞിരിക്ക. BCA ഫുൾ ഫോം എന്താ? മറ്റേ സാധനം ആപ്ലിക്കേഷൻ. അതെ അത് മതി. അത്ര പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കല്ലെടുത്ത് ആകാശത്തുറന്ന വീട്. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോടാ? വേറെ എന്തെങ്കിലും എനിക്ക് എങ്ങനെ? സന്തോഷം മാത്രം. എനിതിങ്
ഇല്ല വെൽക്കം വെൽക്കം താങ്ക് യു താങ്ക് യു വെൽക്കം ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. എടാ റേഡിയോ വരിക്കോ 66.06. എനിക്ക് തോന്നുന്നില്ല അവന് കേറാൻ പറ്റൂന്ന്. എനിക്കൊന്നും റോളില്ലല്ലോ. ആ ശരി. അല്ല അത് ഇവിടെ ഇരുന്നോ എന്നിട്ട് സ്പൈഡി ഇവിടെ ഉണ്ടോ? സ്പൈഡി ക്രിസ്റ്റി വിംബിയാണ്. വിഷയം പി പി പ്ലെയർ ആണ് ഗൈസ്. വിഷയം പി പി പ്ലെയർ ആണ്. ഇവനെ അറിയുന്നവര് അറിയുന്നുണ്ടാവും. വിഷയം പി പി പ്ലെയർ ആണ്. അപ്പൊ ഇത് അവൻ ഇതേപോലെ ഇത് ഇന്നലെ കൺഫേം ആയ സമയത്ത് പോലും ഈവൻ ഞാൻ പറഞ്ഞുതരാം, ഈവൻ നമ്മളങ്ങനെ ട്രയൽസ് പോലും നമ്മൾ സാധാരണ പ്ലെയർ എടുക്കുന്ന സമയത്ത് അങ്ങനെ ട്രയൽസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഇവരെ കേസിൽ ഇവര് പറഞ്ഞ വെച്ചാൽ ട്രയൽസ് പോലും ചെയ്യിപ്പിക്കാണ്ട് ഡയറക്റ്റ് എടുക്കിയത്. കാരണം അത്രയും ഇവരില് കോൺഫിഡൻസ് ഉള്ള പ്ലെയർ ആണ്. അത്രയും എയിമുള്ള വിഷയം പി പി പ്ലെയേഴ്സ് ആണ്. സോ ഇവന് മാത്രല്ല രണ്ടുപേരും പി പി ആണ്. സോ അമ്മായി വെൽക്കം ടു കെവി. അമ്മായി ഉണ്ടോ ഇവിടെ? അമ്മായി സുമതി ചുമ്മാ അപ്പൊ നമ്മള് റിക്രൂട്ട്മെന്റ് പോസ്റ്ററിലും ഒരു ഹിഡൻ ഡീറ്റെയിലും കൊടുത്തു. അപ്പാപ്പന്റെ ഒരു ഇതായിരുന്നു കൊടുത്തിരുന്നേ. ചുമ്മാണ് കേസ്, ചുമ്മാണ്. അമ്മായിയുടെ ഓരോരോ വിലാസങ്ങൾ. ഞാനിവിടെ എന്റെ പഴയ തോക്കുകള് സാധനമൊക്കെ പ്രാങ്കാണ് കേസ്. ചുമ്മാണ് കള്ള അമ്മായിയൊന്നും വരില്ല. അമ്മായിനെ ഒരു 100 വട്ടം വിളിച്ചാട് എനിക്ക് അവകാശം സ്വത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി അമ്മായിയുടെ ഒരു ഇത് എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മായി കണ്ടില്ലേ ചാറ്റ് നിന്ന് കത്തുന്നു അമ്മായി. എന്നിട്ട് ഇതേപോലെ ഞാൻ മടി പിടിച്ചിരിക്കുന്നത് ശരിയല്ല. അമ്മായിനെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. ഞാനിപ്പം മനസമാധാനത്തോടുകൂടി ജീവിച്ചു സത്യം. അത്രേ ഉള്ളൂ. വെൽക്കം ബാക്ക് അമ്മായി. ഇത് അമ്മായി തന്നെ പറഞ്ഞിട്ട് എല്ലാരും പ്രാങ്ക് ആക്കിയതാണ്. ഞാനല്ലേ വേറെ ആളാണ്. ഇത് വേണ്ടല്ലോ. ഇത് അമ്മായിയുടെ തന്നെ ഓരോ കളികളാണ് കേസ്. അമ്മായി അമ്മായി അനൗൺസ് ചെയ്തോ അടുത്ത ആളെ? അമ്മായിയുടെ അത് അമ്മായി പറഞ്ഞത് അമ്മായിക്ക് വേണ്ടിട്ട് ഒരു പ്രാങ്ക് ആണ്. ആരും തെറിയിലിക്കരുത്. അമ്മായിയുടെ ഓരോരോ ഉടായ്പ് ഇതാണുള്ളത്. അമ്മായി വന്ന് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കും. ഇല്ലാത്ത റിസോർട്ട് ആരാണ് നമ്മുടെ അടുത്ത് കളയും. പക്ഷെ അമ്മായി വരുന്നില്ല കേസ്. വിളിച്ചിട്ട് അമ്മായി വരുന്നില്ല. അമ്മായി പാർത്ഥിപൻ. അപ്പൊ നമ്മുടെ അടുത്ത 2ാമത്തെ റിക്രൂട്ട്മെന്റ് ഞാനല്ലായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അതിന് പേര് എന്നെക്കാൾ നല്ല രീതിയിൽ കളിക്കുന്ന ഗൺ പവർ ഉള്ള നല്ലൊരു പുതിയൊരു ഫ്രഷ് പ്ലെയറെ നമ്മളെ ഹിറ്റ്മാൻ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഐ വെൽക്കം ക്യൂബൻ ഓറ ടു KVA. ഹലോ ക്യൂബൻ വെൽക്കം ടു KVA. വെള്ളമുടി പാൻസ് ആണ്. സത്യം എടാ എന്റെ പാന്റ് എടാ പാന്റ് അടിച്ചു. അപ്പൊ പറയടാ. പറഞ്ഞോളാം. എടാ റേഡിയോ 68 കേൾക്കാം. ഇപ്പൊ ഹോസ്റ്റൽ അല്ലെന്നൊന്ന് പറയാവോ? വാർച്ചാലിടാ. മാമന്റെ ഒരു തമാശ അല്ലേ? ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു തമാശ പറയാം കേട്ടോ ഫ്രണ്ട്. രണ്ടുപേരും ഇതാണ് VNV ആണ്. ബാക്കിയുള്ളവർ ഇതാവും. പേര് മാത്രമേ ഉള്ളൂ. എടാ അതിന്റെ സൗണ്ട് കുറവാ. എടാ റേഡിയോയില് ഷൗട്ട്. ഞാൻ മറ്റേ ആടാക്കാണ്. പറഞ്ഞു പറ. എന്റെ പേര് ക്യൂബനോറ. VNV ആണ്. എടാ ക്യൂബ
എത്ര കാര്യം ചോദിക്കട്ടെ. അതുപോലെ നിനക്ക് ആരൊക്കെ അറിയാം ഈ ഗ്യാങ്ങിൽ? ആരാ ഫ്രണ്ട്സ് ആരാ നിന്റെ? സ്പൈഡി പിന്നെ ആരാ? പിന്നെ അങ്ങനെ ആരും അറിഞ്ഞൂടാ. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് വിംബി, സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ക്യൂബൻ. ഇവർ രണ്ടുപേരും VNV കളിച്ച പ്ലേയേഴ്സ് ആണ്. സുമതി അമ്മായിയുടെ ഓരോ അല്ല നീ റാങ്കുകളാണ് അമ്മായിയുടെ. അമ്മായി ഹേറ്റാക്കി അടുത്ത ഇൻട്രോ തള്ള പറ്റിച്ച് അമ്മായിയുടെ. ആ പറയ്, ക്യൂബനെ പറ്റി പറയ് 2 വാക്ക്. ഇത് എല്ലാ ഇപ്പൊ എല്ലാ ഇത് ഇൻട്രോവേർട്ട് കാണാനായിട്ട് 3 ഇവർ രണ്ടുപേരും നല്ല അണ്ടർ റേറ്റഡ് പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ടാണ് ചാറ്റിൽ പറഞ്ഞ ആരും ചാറ്റ് പറയുന്ന ആരും ഇല്ല എന്നുള്ളത്. ഇവർ രണ്ടുപേരും അണ്ടർ റേറ്റഡ് പ്ലേയേഴ്സ് ആണ്. ഇവർ വിഷയം പ്ലേയേഴ്സ് ആണ്. ഇവരെ മേ ബി കുറെ പേർക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം നമ്മള് പണ്ടൊട്ടേ ഒരു എടാ ഇത്രയും ഇതായിട്ട് ഇൻട്രോട്ട് ആണോ? എടാ നമ്മള് ഇൻട്രോട്ട് ആയിരുന്നു. നമ്മള് ആക്റ്റീവ് എല്ലാവരും പരിചയപ്പെട്ട് നിൽക്കണം. പറവൂര് നോർത്തോ? എന്റെ അടുത്തൊന്നും അല്ല. നമുക്കവിടെ ഗുണ്ടായി അറിയാം. അറിയാം. എടാ എന്നാ സ്പൈഡി ക്യൂബൻ പോയിരുന്നു. ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയും. നല്ല ആളാ പറയുന്നത്. ബിംബി ശ്രദ്ധിച്ചിട്ടുണ്ട്. വേർത്തവനോടെ സ്പീഡ് കൂടാൻ പറ്റൂ. അത് ഇടപെടാ കാരണം ഇട്ടോളൂ. രണ്ടുപേരും ഒരുമിച്ചിട്ടല്ലേ? അതോ റേഡിയോ എന്താ പറയണ്ടോ? വെൽക്കം ബിംബി ക്യൂബനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ അഭിപ്രായം ക്യൂബൻ എല്ലാം നിന്റെ കൂടെ എത്ര കാലമായിട്ടുണ്ടായിരുന്നു? ക്യൂബന്റെ സ്പെല്ലിംഗ് തന്നെ അല്ലേ? അതെ. ഹലോ ദൈവമേ, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. റോൾ കൊടുക്കാം. ബിംബി തിരുവല്ലയുടെ കേട്ടാ ശരിക്കും എടാ നിനക്കുള്ള കാര്യങ്ങളൊക്കെ പറ. അതായത് ഇത് നമ്മള് പറഞ്ഞു തരണം. എടാ അവര് നല്ല പ്ലേയേഴ്സ് ആണോ ഇല്ലയോ എല്ലാം പറയ്. ജോണി മാമ ഈ 3 എണ്ണം ഒരു കൊലയാണ്. ഇത് ഇൻട്രോവർട്ടിന്റെ വാ തുറക്കാൻ വേണ്ടി ഒരു മണി 2 ഉണ്ട്. അത് സ്പൈഡി ഒരു അസറ്റ് അല്ലേ? ഒരു അസറ്റ് ആയിരിക്കത്തില്ല. റേഡിയോ പറഞ്ഞോ. സ്പൈഡിയർ അസത്താണ്. മോണ്ടേജിന്റെ നമുക്ക് ഡിസ്കോളിൽ കാണിക്കാം. മോണ്ടേജിന്റെ സംഭവം ഡിസ്കോളിൽ കാണിക്കാം. വെമ്പി തിരൂർ എവിടെയെന്ന് ചോദിക്കുക. അവിടെ തിരൂരിൽ എവിടെയെന്ന് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാം. ഇപ്പൊ നമ്മുടെ പുതിയ റിക്രൂട്ട്സിനെ പറ്റി നമ്മള് അണ്ടർ റേറ്റഡ് പ്ലേസ് ആയിട്ട് ഇവരെ എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും മോസ്റ്റ്ലി നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്തെല്ലാം ഒരുപാട് ഇതായിട്ടുള്ള പ്ലേസിനേക്കാളും നമ്മൾ അണ്ടർ റേറ്റഡ് പ്ലേസിനെ എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറില്ല. ഇവര് വിഷയം കണ്ടോറുള്ള പ്ലേസ് ആണ്. അപ്പൊ അത് നിങ്ങൾ വഴിയെ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ നമ്മളതൊന്നും കാണാണ്ട് നമ്മളൊരു പ്ലെയറിനെ അങ്ങനെ എടുക്കില്ല. സോ വിൽ സീ ഗൈസ്, വിൽ സീ. എല്ലാവർക്കും